കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തന്നെ അധികാരത്തിലെത്തണമെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ മുന്നണി അതാണ് മുസ്ലിം ലീഗ്. എന്നിട്ടും പി.സി. ജോർജ് അടക്കമുള്ള വർഗീയവാദികൾ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം അടക്കം സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ നോക്കൂ. വർഗീയത നിറഞ്ഞ പരാമർശങ്ങൾ. മുസ്ലിം ലീഗ് എപ്പോഴാണ് വർഗീയ പാർട്ടിയാകുന്നത്? ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം എന്ന ആശയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് യാതൊരു ഒളിപ്പുമില്ലാതെ വർഗീയ പാർട്ടി എന്ന് വിളിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ്. ബി.ജെ.പി. ഉത്തരേന്ത്യയിൽ പയറ്റിയ അതേ തന്ത്രമാണ് ഇപ്പോൾ ഇവിടെ പലരും പയറ്റുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്, ബി.ജെ.പിക്കാരുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നിൽ നിന്ന് കുത്താത്ത, വിശ്വാസവഞ്ചന കാണിക്കാത്ത പ്രസ്ഥാനം. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമി എന്നും വർഗീയ പാർട്ടി എന്നും പാകിസ്ഥാനികളും എന്നുമുള്ള പഴികൾ വേറെ. ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എവിടെയാണ് വർഗീയത പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് അത്തരം കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അവർ വർഷങ്ങളായി സംഘപരിവാർ ഇന്ത്യയിൽ പയറ്റുന്ന വർഗീയതയുടെ ഭാഗമാണ് മുസ്ലിം ലീഗിനെതിരെയുള്ള ഇത്തരം ആരോപണം എന്ന് മനസ്സിലാക്കാം. എന്നാൽ അടുത്ത കാലത്തായി സഖാക്കന്മാരും അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചരിത്രബോധമില്ല എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന, അധികാരത്തിന് വേണ്ടി മറുകണ്ഠം ചാടാൻ ഒരു മടിയുമില്ലാത്തവർക്കിടയിൽ വ്യത്യസ്ത നിലപാടാണ് ലീഗ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദാഹരണങ്ങൾ മാത്രം മതി അതിന്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ പക്വതയുടെയും മുന്നണി മര്യാദകളുടെയും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. അധികാരത്തിന് പിന്നാലെ പോകാതെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും മുന്നണികളെയും ചേർത്ത് പിടിക്കുന്ന ലീഗിന്റെ ശൈലി ഏറെ ശ്രദ്ധേയവുമാണ്. DMK-യുമായുള്ള ബന്ധത്തിൽ ലീഗ് പുലർത്തുന്ന ഈ ഉറച്ച നിലപാട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ മാന്യതയാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. TVK പോലുള്ള പുതിയ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരുമ്പോഴും സ്വന്തം മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള DMK-യുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതി അവരുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണ്. അതിന് കൈയടിക്കാൻ തമിഴ്നാട് ജനത മറന്നിട്ടുമില്ല. മുൻ മുഖ്യമന്ത്രിയായ സ്റ്റാലിന്റെ നിലപാടുകൾക്ക് കാത്തു നിൽക്കുന്നതും മുന്നണിയേക്കും തകരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ഈ അച്ചടക്കത്തിന്റെ സൂചന തന്നെയായിരുന്നു. വർഗീയത ആരോപിക്കുന്നവർ പലപ്പോഴും ഇത്തരം രാഷ്ട്രീയ മൂല്യങ്ങളെയും മുന്നണി ബന്ധങ്ങളിലെ ലീഗിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെയും കാണാതെ പോകുന്നു എന്നത് വസ്തുതയുമാണ്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂറുമാറാതെ നിൽക്കുന്ന ലീഗിന്റെ ചരിത്രം അവരുടെ രാഷ്ട്രീയ വ്യക്തതയെ തന്നെയാണ് അടിവരയിടുന്നത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ അധികാരത്തെക്കാൾ ഉപരിയായി മുന്നണി ബന്ധങ്ങൾക്കും വിശ്വാസ്യതയ്ക്കുമാണ് മുൻഗണന നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും ഈ നിലപാട് അവർക്ക് വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെട്ട കാലഘട്ടം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പക്വത ലോകം കണ്ട ഏറ്റവും വലിയ സന്ദർഭമായിരുന്നു അത്. ഇന്ത്യയിലാകെ വർഗീയ സംഘർഷങ്ങൾ പടർന്നു പിടിച്ച ആ കാലഘട്ടത്തിൽ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കാതെ ഒരു ഹിന്ദുവിന്റെ വീടിന് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഇടപെടൽ തന്നെയാണ്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസിനെതിരെ വലിയ വികാരം സമുദായത്തിനുള്ളിൽ ഉണ്ടായപ്പോഴും മുന്നണി ബന്ധം തകർക്കാതെ സമാധാനത്തിനാണ് ലീഗ് മുൻഗണന നൽകിയത്. ഈ തീരുമാനമാണ് കേരളത്തെ വലിയൊരു കലാപത്തിൽ നിന്ന് അന്ന് രക്ഷിച്ചതും. ദശാബ്ദങ്ങളായി തമിഴ്നാട്ടിൽ DMK-യുടെ ഏറ്റവും വലിയ വിശ്വസ്തരായ സഖ്യകക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. M. കരുണാനിധിയുടെ കാലം മുതൽ നിലനിന്നിരുന്ന ഈ ബന്ധം MK സ്റ്റാലിന്റെ കാലത്തും മാറ്റമില്ലാതെ തുടർന്നു. മറ്റ് പല പാർട്ടികളും കൂടുതൽ സീറ്റുകൾക്കോ അധികാരത്തിനോ വേണ്ടി മുന്നണികൾ മാറി മാറി പരീക്ഷിച്ചപ്പോഴും ലീഗ് DMK വിട്ടുപോയില്ല. പുതുതായി ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും സ്റ്റാലിന്റെ വാക്കിന് വില നൽകി മാത്രം തീരുമാനമെടുത്തത് ലീഗിന്റെ രാഷ്ട്രീയ മര്യാദയുടെ തെളിവാണ്. കേരളത്തിൽ 1970കളുടെ അവസാനം മുതൽ UDF-ന്റെ അവിഭാജ്യ ഘടകമാണ് ലീഗ്. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കുകളിലോ പ്രതിസന്ധികളിലോ പെട്ടുഴയുമ്പോഴും ആ മുന്നണിയെ താങ്ങി നിർത്തുന്നതിൽ ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതുമാണ്. LDF-ലേക്ക് വരണമെന്ന ക്ഷണം പല കാലങ്ങളിൽ ഉണ്ടായപ്പോഴും രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ തങ്ങൾ വിശ്വസിക്കുന്ന മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് അവർ തയ്യാറായത്. കേവലം മന്ത്രിസ്ഥാനങ്ങളോ അധികാരമോ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം, മറിച്ച് രാഷ്ട്രീയമായ ഒരു ഉറച്ച നിലപാട് തന്നെയാണ്. ദേശീയ തലത്തിൽ UPA രൂപീകരണ കാലം മുതൽ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കേന്ദ്രത്തിൽ ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ കൂറ് അവർ തുടർന്നു പോന്നു. കോൺഗ്രസ് വലിയ തകർച്ച നേരിട്ട കാലഘട്ടത്തിൽ പോലും ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് അവർ ശ്രമിച്ചതത്രയും. വർഗീയ പാർട്ടി എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർ പലപ്പോഴും ലീഗിന്റെ ഈ ചരിത്രപരമായ ഇടപെടലുകളെ
വിസ്മയിക്കുകയാണ് പതിവ്. ജനാധിപത്യപരമായ സംവാദങ്ങളിലും മുന്നണി ബന്ധങ്ങളിലും അവർ പുലർത്തുന്ന ഈ സഹിഷ്ണുതയും വിട്ടുവീഴ്ച മനോഭാവവുമാണ് ലീഗിനെ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജനാധിപത്യം എന്നാൽ കേവലം ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും കൂടി ഫലമാണ് എന്ന് മുസ്ലിം ലീഗ് തങ്ങളുടെ ഓരോ രാഷ്ട്രീയ നീക്കത്തിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പേരിലുള്ള മുസ്ലിം എന്ന വാക്കുകൊണ്ട് മാത്രം അവർ പാകിസ്ഥാനികളാണെന്ന് വരെയാണ് സംഘപരിവാർ ശക്തികൾ ഇറക്കിവിടുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ കൊടിയാണെന്ന് വരെ ഉത്തരേന്ത്യയിൽ പറഞ്ഞുണ്ടാക്കി. വർഗീയത വിറ്റ് വോട്ടാക്കുന്നവർക്ക് ഇതിലും നല്ല ആയുധമില്ലല്ലോ അല്ലേ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയും മതേതര നിലപാടുകളെയും കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ വേരുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടും അതുപോലെ തന്നെ വിഭജനാനന്തരമുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അതിജീവനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, അല്ലാതെ അത് പാകിസ്ഥാന്റെ അല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രപരമായ വലിയൊരു അജ്ഞതയാണെന്ന് കൃത്യമായിട്ട് പറയട്ടെ. വാസ്തവത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപപ്പെടുന്നതിന് മുൻപേ ഭാരതീയ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് മുസ്ലിം ലീഗ്. 1947 വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയെ മാതൃഭൂമിയായി സ്വീകരിച്ച മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ 1948 മാർച്ച് 10 ചെന്നൈയിലെ രാജാജി ഹാളിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. പാകിസ്ഥാൻ രൂപീകരിച്ചതിന് പിന്നിലെ ആശയങ്ങളുമായി ഈ പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ എന്ന പേരിനൊപ്പം ചേർക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും അംഗീകരിച്ച് ഈ രാജ്യത്ത് ജീവിക്കാൻ തീരുമാനിച്ചവരുടെ പ്രസ്ഥാനമാണിത്, അല്ലാതെ പാകിസ്ഥാനികളുടേത് അല്ല. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കാണുമ്പോഴാണ് പലപ്പോഴും പാകിസ്ഥാൻ ബന്ധം ആരോപിക്കപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാൻ കൊടിയും ലീഗിന്റെ കൊടിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കാഞ്ഞിട്ടാണോ? പാകിസ്ഥാൻ കൊടിയിൽ വെള്ളയും പച്ചയും നിറങ്ങളാണുള്ളത്. കൂടാതെ ചന്ദ്രക്കല ചെരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ലീഗിന്റെ കൊടി പൂർണ്ണമായും പച്ച നിറത്തിലാണ്. അതിലെ ചന്ദ്രക്കല നേരെ മുകളിലേക്കാണ് നിൽക്കുന്നത്. ലോകത്തെ പല രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും പച്ച നിറവും ചന്ദ്രക്കലയും ഉപയോഗിക്കാറുമുണ്ട്. കേരളത്തിലെ ലീഗിന്റെ കൊടി കാണുമ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രമാണെന്നാണ് പറയാനുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടന്ന എല്ലാ നിർണായക ഘട്ടങ്ങളിലും ലീഗ് ഇന്ത്യക്കൊപ്പം തന്നെയാണ് ഉറച്ചു നിന്നിട്ടുള്ളത്. 62 ചൈനീസ് യുദ്ധകാലത്തും 65 71 പാക് യുദ്ധകാലത്തും ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണയുമായും യുദ്ധനിധിയിലേക്ക് സഹായവുമായി ലീഗ് മുൻപന്തിയിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ പാർലമെന്റിലും ഐക്യരാഷ്ട്ര സഭയിലും ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധികളായി പോയി പാകിസ്ഥാനെതിരെ സംസാരിച്ച ചരിത്രവുമുണ്ട്. ഇതൊക്കെ ചരിത്രം വായിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് മാത്രം. ഈ അഹമ്മദിനെ പോലുള്ള നേതാക്കൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദമായി മാറിയത് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണവുമാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം ഇത്രത്തോളം സമാധാനപരമായിരിക്കുന്നതിൽ ലീഗ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പറയാതെ വയ്യ. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ തീവ്രവാദത്തിലേക്കോ വിഘടനവാദത്തിലേക്കോ പോകാതെ ജനാധിപത്യത്തിന്റെ മുഖ്യധാരയിൽ നിർത്തിയത് ലീഗിന്റെ മിതവാദ നിലപാടുകൾ തന്നെയാണ്. ഹൈന്ദവ സഹോദരങ്ങളുമായി ചേർന്ന് ക്ഷേത്ര കമ്മിറ്റികളിലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും ലീഗ് പ്രവർത്തകർ കാണിക്കുന്ന സജീവ പങ്കാളിത്തം തന്നെ ഇത്തരം പാകിസ്ഥാൻ വിളികൾക്കുള്ള ശക്തമായ മറുപടിയാണ്. മുസ്ലിം ലീഗ് എന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആശയമല്ല, മറിച്ച് ഇന്ത്യൻ മണ്ണിൽ വേരുകളുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു മതേതര പ്രസ്ഥാനമാണത്. പേരിലെ മുസ്ലിം എന്ന വാക്ക് രാഷ്ട്രീയ ലാഭത്തിനായി വർഗീയമായി ഉപയോഗിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും വൈവിധ്യത്തെയുമാണ് അവഹേളിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരോടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോടാണ്. BJPയും സംഘപരിവാർ ശക്തികളും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ലീഗിനെ ആക്രമിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചും മതേതരത്തെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന LDF പലപ്പോഴും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ലീഗിനെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം അതിന്റെ ജനാധിപത്യ സ്വഭാവമാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമായ കാലം മുതൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളും അത് അനുശാസിക്കുന്ന മതേതരത്വവും തന്നെയാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു കാണാനും അതേസമയം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ലീഗ് എന്നും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശൈലിയും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു പ്രത്യേക വ്യവസ്ഥിതിയിലോ വിശ്വസിക്കുമ്പോൾ മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയിലും ഭരണഘടനയിലും തന്നെയാണ്. മതപരമായ തീവ്രതയല്ല, മറിച്ച് സാമുദായികമായ ശാക്തീകരണമാണ് ലീഗ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഈ വ്യത്യാസം കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയമായ ഒറ്റപ്പെടുത്തലിന് വേണ്ടിയും ലാഭത്തിനു വേണ്ടിയും ലീഗിനെ ഇത്തരത്തിൽ മുദ്രകുത്താൻ ശ്രമിക്കുന്നത് എന്ന്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കി നിലപാടുകൾ മാറ്റുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഈ സമീപനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടും ഇത്തരം ആഹ്വാനങ്ങൾ ചമയ്ക്കപ്പെടാറുമുണ്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇതേ LDF പല കാലഘട്ടങ്ങളിലും ലീഗുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ലീഗ് വർഗീയ പാർട്ടി ആയിരുന്നില്ല എന്നത് അവരുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ തെളിവുമാണ്. വർഷങ്ങൾക്കു ശേഷം ലീഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് വർഗീയ പാർട്ടി ആകുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാകുകയും പാർലമെന്ററി ജനാധിപത്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനകളുമായി തുലനം ചെയ്യുന്നത് ജനാധിപത്യത്തിന് തന്നെ ഗുണകരമല്ല. വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്ന് അവകാശപ്പെടുന്നവർ മിതവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ തീവ്രവാദ ആശയങ്ങൾ വളരാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അത് ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിയാൽ നന്നാകും. ഇനി നിങ്ങൾ പറയൂ, എവിടെ കൊണ്ടാണ് ലീഗ് ഒരു വർഗീയ പാർട്ടി ആവുന്നത്? ഇനിയും അങ്ങനെ പറയുന്നവർ ചരിത്രബോധമില്ലാത്തവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.